നമസ്കാരം. 2024 ഫിനാൻസ് ആക്ട് എന്നൊരു ചേഞ്ചസ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാതെ 12% ടാക്സ് അടയ്ക്കുക. അതാണ് ഫിനാൻസ് ആക്ട് 2026 വന്നൊരു ചേഞ്ചസ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്, ലാൻഡ് ബിൽഡിങ് നിങ്ങൾ അക്വയർ ചെയ്തേക്കുന്നത് 23/7/2024 മുമ്പാണെങ്കിൽ അങ്ങനെയുള്ള അസസിയെ സംബന്ധിച്ച് അവർ ആ പറയുന്ന ലാൻഡല്ലേ ബിൽഡിങ് വിട്ട് കഴിയുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് അവർക്കൊരു ഓപ്ഷനുണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തിട്ട് അതിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക ടാക്സ്. 2 ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാതെ 12% കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിലേതാണോ ടാക്സ് കുറവ് വരുന്നത് ആ ഓപ്ഷൻ എന്ത് ചെയ്യാം? ക്ലയൻറ്റിന് ആ ഇൻഡിവിജ്വലിന് സെലക്ട് ചെയ്യാം. ബട്ട് ഡു റിമെമ്പർ, ഇൻഡിവിജ്വലിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റിൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ഉള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനിലും ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% ടാക്സ് പേ ചെയ്യേണ്ടതാണ്.